ഹലോ ഗൈസ്, നമസ്കാരം. സന്തോഷാണ്. എന്തുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ ഇന്നത്തെ യാത്ര KSRTCയിൽ വയനാട്ടിലാണ് കേട്ടോ. KSRTCയിലാണ് യാത്ര. അപ്പോൾ കോഴിക്കോട് ഡിപ്പോയിൻ്റെ വണ്ടിയിലാണ്. അപ്പോൾ നമ്മൾ മാനന്തവാടിയിൽ നിന്ന് കൽപ്പറ്റയ്ക്ക് പോകുന്ന യാത്രയിലാണ് കേട്ടോ. ഞാനും ഉണ്ട്, എൻ്റെ മകനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഡ്രൈവർ സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആ ഡബിൾ സീറ്റിൽ തന്നെ ഒഴിവ് കിട്ടി. അപ്പോൾ ഞങ്ങൾ മാനന്തവാടി സ്റ്റാൻഡിൽ നിന്നാണ് കയറിയത് കേട്ടോ. അപ്പോൾ ഈ കൽപ്പറ്റ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു കുറച്ച് ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. പണ്ട് മെഡിക്കൽ കോളേജിന് വേണ്ടി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ച സ്ഥലം. ആ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. ഈ സൈഡിൽ തികച്ചും കാപ്പിത്തോട്ടമാണ് കേട്ടോ. മുഴുവൻ കാപ്പിത്തോട്ടം, കുരുമുളക് മുതലായ സ്ഥലങ്ങളാണ്. ഇന്ന് കൈനാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മളെ യാത്ര. അപ്പോൾ ഇവിടെ തിരക്ക് കുറവാണ്, കുറച്ച് തിരക്ക് കുറവാണ്. കൽപ്പറ്റ ടൗണിലേക്ക് എത്തുമ്പോൾ നല്ലോണം തിരക്കാവുക. അവിടുത്തെ KSRTC ആണ് കേട്ടോ. വയനാടിനെ സംബന്ധിച്ച് KSRTC ആണ് ഏറ്റവും കൂടുതൽ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഹൈ റേഞ്ച് ഏരിയ ആയിട്ടും കോഴിക്കോട് മാനന്തവാടി റൂട്ടിൽ അല്ലെങ്കിൽ കോഴിക്കോട് ബത്തേരി റൂട്ടിൽ ആക്സിഡൻറ്റ് കുറവാണ്. പക്ഷേ ആക്സിഡൻറ്റ് നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും കൽപ്പറ്റയ്ക്ക് വരുന്ന റൂട്ടിൽ അന്തർ സംസ്ഥാന പാതയാണല്ലോ, കർണാടകത്തിലേക്ക് പോകുന്ന പാതയാണല്ലോ. അപ്പോൾ അവിടത്തേക്ക് നമുക്ക് ഈ ലോക്കൽ ബസ്സുകൾ ഒരുപാടുണ്ട്. ലോക്കൽ ബസ്സുകൾ, അതായത് കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മീനങ്ങാടി ലോക്കൽ ബസ്സുകൾ കണ്ടമാനമുള്ള ഏരിയയാണ്. അപ്പോൾ നല്ല റോഡും പെട്ടെന്നുള്ള വളവുകൾ കൈകൊണ്ട് അവിടെ കുറച്ച് ആക്സിഡൻറ്റ് ഉണ്ടാകാറുണ്ടെങ്കിലും കോഴിക്കോട് കൽപ്പറ്റ, കോഴിക്കോട് മാനന്തവാടി റൂട്ടിലെ ആക്സിഡൻറ്റ് വളരെ കുറവാണ്. അതിൻ്റെ പ്രധാന കാരണം ഒരു 6 KSRTC പോകുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ് പോയാൽ അത് അങ്ങനെ പോയി എന്ന് വേണം കരുതാൻ. 6 KSRTC പോകുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ് എന്നുള്ള തോതിലായിരിക്കും. അത്രയും കുറവാക്കുക പ്രൈവറ്റ് ബസ്. അപ്പോൾ ഒരു മത്സരത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. KSRTC ഇപ്പം ലോക്കൽ ബസ് കയറി വരുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അടുത്ത വണ്ടി സൈഡാക്കി കൊടുക്കുകയോ ലോക്കൽ ബസ്സിന് അന്നേരം തന്നെ TT സർവീസിനെ കടത്തി വിടുകയും ഇത് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ പറയുക, നല്ല ശ്രദ്ധിച്ചുള്ള നല്ല പക്ക ഡ്രൈവിംഗ് ആണ് കോഴിക്കോട് TT. അപ്പോൾ നമ്മൾ കൈനാട്ടിയിലേക്ക് അടുക്കുന്നു. അപ്പോൾ ഈ പ്രദേശം കണ്ടില്ലേ, കംപ്ലീറ്റ് നമ്മുടെ സിൽവർ റോക്ക് എല്ലാം ഫുള്ള് ചോലയടിച്ച് നിർത്തിയിട്ടുണ്ട്. കാപ്പിയെല്ലാം നല്ല വൃത്തിയിൽ, തോട്ടങ്ങളെല്ലാം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. കാപ്പിയിൽ പൂവെല്ലാം വന്നിട്ടുണ്ട്. സൈഡിൽ നോക്കിയാൽ, ശ്രദ്ധിച്ച് നോക്കിയാൽ തിരിയും. അപ്പോൾ ഇതിന് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. റൈറ്റ് സൈഡ് ഫ്രണ്ടിൽ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ഓരോ ദിവസം ഓരോ ഡ്രൈവേഴ്സ് ആയിരിക്കില്ലേ, KSRTC അങ്ങനെയാണല്ലോ. അപ്പോൾ എന്തേലും ഹൈ റേഞ്ചൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഈ വള്ളിയൊക്കെ തൂങ്ങിക്കിടക്കും. എല്ലാ സ്ഥലത്തുമൊന്നും ആ സംഭവങ്ങളൊന്നും ഉണ്ടാകാറില്ല. ചുരം സംരക്ഷണ സമിതിയൊന്നും ഉണ്ടാകാറില്ല. പക്ഷേങ്കിൽ നമ്മുടെ താമരശ്ശേരി ചുരത്തിൽ ചുരം സംരക്ഷണ സമിതി വളരെ സജീവമാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ചുരം നല്ല വൃത്തിയിലാക്കിയിടാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. എങ്ങനെയാണോ എന്തോന്നറിയത്തില്ല, ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്യാമറയിലുടനീളം നമ്മുടെ KSRTC ആണ് നമ്മൾ ഓപ്പോസിറ്റ് കാണുന്നത്. KSRTC ആണ് കൂടുതൽ. അപ്പോൾ നമ്മൾ കൈനാട്ടിയിൽ ജംഗ്ഷനിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇപ്പോൾ തന്നെ വൈൻഡപ്പ് ചെയ്യും. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ട്രാഫിക്, തിരക്ക് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ആ വളവ് തിരിഞ്ഞങ്ങ് കയറുമ്പോഴത്തേനും, ഇപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ സുൽത്താൻ ബത്തേരി നമ്മുടെ കർണാടക ആ ഭാഗത്തേക്കുള്ളതാണ്. സുൽത്താൻ ബത്തേരി, കർണാടക, ഊട്ടിയൊക്കെ നമുക്ക് അതുവഴി പോകാം കേട്ടോ. റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൽപ്പറ്റ സ്റ്റാൻഡിലേക്ക് കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ഉണ്ടാകട്ടെ എന്ന് കരുതുന്നു. ഓക്കെ, ബൈ ബൈ. ഓക്കെ, ബൈ 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 ബൈ.